ഇന്ത്യ അത്യാധുനിക രീതിയിലുള്ള യുദ്ധോപകരണങ്ങളുടെ വികസനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ മൈക്രോ ഏരിയൽ റോബോട്ട്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ദിവ്യദൃഷ്ടി എന്ന് പറയുന്ന ഒരു ഉപകരണം, അത് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. അപ്പോൾ എന്താണ് ഇത്? AI സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരം? ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. ഈ AI സഹായത്തോടു കൂടി ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. DRDO ആണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. ദിവ്യദൃഷ്ടി പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് പാസീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് സിസ്റ്റം, ഈ പറയുന്ന എന്താണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന. അങ്ങനെയൊരു സംവിധാനത്തിനെയാണ്. അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രാഥമികമായ ചുമതലകൾ. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കണ്ടെത്തി അതിൻ്റെ എന്താണോ അതിൻ്റെ തുടർച്ച, അതിൻ്റെ മുന്നോട്ട് പോക്ക് എന്താണോ അതിനെ കൃത്യമായി അവലോകനം ചെയ്ത് അതിൻ്റെ ഗതിയെ കണ്ടെത്തുക, അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് അപഗ്രഥിക്കുക, റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ റെക്കോർഡ് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. അതായത് നമ്മളുടെ ഈ പറയുന്ന അതിർത്തി മേഖലകളിലേക്ക് ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഡ്രോണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മൈക്രോ ഒബ്ജക്റ്റ് അത് കടന്നു വരികയാണെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. നമ്മൾ AI ഡിപ്പെൻഡ് ചെയ്യുന്നത് വലിയ തോതിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. ഇപ്പോൾ ഇത് ആയുധത്തിൻ്റെ ഡെഫിനേഷനൊക്കെ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, ഇപ്പോൾ അവാക്സ് വിമാനം അതൊരു യുദ്ധോപകരണമാണ്, എന്നാൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമല്ല എന്നുള്ളതാണ്. അങ്ങനെ ആയുധമല്ലാത്ത ആയുധങ്ങളും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, നമ്മുടെ ഡിഫൻസിലെ ഒരു വിങ്ങുണ്ട്, സിഗ്നൽസ് എന്നാണ് അവരുടെ പേര്. അവരാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. ഇപ്പോൾ അവരുടെയൊക്കെ വിങ്ങിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഇല്ലെങ്കിൽ ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണിത്. അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ്. പ്രത്യക്ഷത്തിലൊരു തോക്കോ ഒരു മിസൈലോ കണ്ടെത്തുന്നത് പോലെയല്ല ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് മികവാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെയുള്ള മുമ്പേ തന്നെ ഇതുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. സിഗ്നൽ റെജിമെൻറ്റുകൾ, സിഗ്നൽ കോറാണ്, ഒരു കോറാണ്. ആ കോറ് നടത്തുന്ന ഓപ്പറേഷനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഓപ്പറേഷനുകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പറയുന്ന വിവര സാങ്കേതിക വിദ്യയെ, ഈ പറയുന്ന വിവര കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ചുരുക്കി പറഞ്ഞാലിത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതിന് മുമ്പും ഒരുപാട് ഇത്തരത്തിൽ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, നമ്മുടെ ആർട്ടിലറി പോലും നമ്മൾ ഈ പറഞ്ഞ AI സഹായത്തോടു കൂടി വിപുലീകരിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഫയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പോൾ സാധാരണഗതിയിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഡയറക്ഷൻ നോക്കി മാപ്പിൽ എവിടെയാണിത്, എത്ര ദൂരത്താണ്. ഇപ്പോൾ ഇന്ത്യൻ ഫീൽഡ് ഗണ്ണുകളുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ, പീരങ്കികൾ, ബൊഫോയ്സ് ഗണ്ണുകൾ, അതുപോലത്തെയൊക്കെ ഗണ്ണുകൾ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുന്നവർ ഹവീൽദാർ വന്ന് നോക്കും, ഡിഗ്രി ഡയറക്ഷൻ നോക്കി കോമ്പസ് വെച്ച് മാപ്പൊക്കെ റീഡ് ചെയ്ത് ആംഗിൾ കറക്റ്റ് ചെയ്ത് ഇത്ര ദൂരത്തേക്ക് അടിച്ചാൽ ഇന്ന മേഖലയിൽ ചെന്ന് വീഴും, അവിടെയാണ് അവരുടെ താവളം, അവിടെ പൊട്ടിക്കാം. അപ്പോൾ ഈ കാൽക്കുലേഷൻസിനെയൊക്കെ നമ്മളുടെ GPS-ഉമായിട്ട് കണക്ട് ചെയ്ത് ചിപ്പുകളുമായിട്ട് ബന്ധപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഏത് പോയിൻ്റാണ് ആ പോയിന്റിലേക്ക്, ഇല്ലെങ്കിൽ ഒരു മേഖല കണക്കാക്കി ആ മേഖലയിലേക്ക് കൃത്യമായി ഫയർ ചെയ്യുന്നതിൻ്റെ ടെക്നോളജിയാണ് പുതുതായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള ഏറ്റവും ചുരുക്കം വിവരണം. ഇതിനകത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രിസിഷൻ എന്ന് പറയുന്ന കാര്യം, കൃത്യത. ഒരു മേഖലയിൽ കൃത്യമായിട്ട് നമ്മളുടെ മിസൈലുകളുടെയൊക്കെ ടെക്നോളജി അതാണ്. ബിൽഡിംഗ് അതേപോലെ തന്നെ ഇരിക്കും, തുളച്ചകത്ത് കയറി സ്ഫോടനം ഉണ്ടാക്കി ആൾക്കാരെ വധിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇസ്രയേലാണ് അത് ആദ്യമൊക്കെ വികസിപ്പിച്ചത്. പിന്നീട് നമുക്കും ഈ പറയുന്ന ടെക്നോളജികൾ കൈമാറി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ഈ പറയുന്ന ഒരുപാട് ഉപകരണം, ഒരുപാട് മേഖലകളിൽ, ഇപ്പോൾ എയർക്രാഫ്റ്റുകളിലായാലും വ്യോമ പ്രതിരോധ സംവിധാനത്തിലായാലും, ഈ പറയുന്ന അണ്ടർ വാട്ടർ, ഈ പറയുന്ന സബ്മറൈൻസിൻ്റെ കാര്യത്തിലായാലും, ഷിപ്പുകളിലായാലും എല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന മിസൈലുകളും ഈ പറയുന്ന AI സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൈപ്പർസോണിക് വരുന്നു, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുണ്ട്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ, ഗ്ലൈഡ് മിസൈലുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ DRDO ഒരു ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്, ദിവ്യദൃഷ്ടി തന്നെയാണത്.
അത് എന്ത് കടന്നു വന്നാലും കൃത്യമായി മോണിറ്റർ ചെയ്യും. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക എന്നാണ്. ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയറിൽ വലിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മളൊരു 5 മല കയറി അപ്പുറത്ത് നിന്നിട്ടായിരിക്കും ഈ പറയുന്ന പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് എന്ത് വരുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് ചിലപ്പോൾ ഈ മലകളുടെ തടസ്സം കൊണ്ട് കണ്ടെത്താൻ കഴിയും. അവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഗുണകരമാകുന്നത് എന്നുള്ളതാണ്. കൃത്യമായ പൊസിഷനുകളിലുള്ളവർക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നത്. ഇതിന് ഒരു ഡേറ്റാബേസ്, ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിലേക്കായിരിക്കും വരുന്നത്, ബേസ് സ്റ്റേഷനിലേക്ക്. ആ ബേസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയും. നമുക്കറിയാലോ അവാക്സ് വിമാനങ്ങൾ എന്താ ചെയ്യുന്നത്, ആകാശത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ബേസ് ക്യാമ്പായിട്ട്, ആകാശത്തിന് മുകളിലുള്ള ഒരു ബേസ് ക്യാമ്പായിട്ട് അതെ നിരീക്ഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് 8-10 പേർക്ക് ഇരിക്കുക, അല്ലെങ്കിൽ 5-6 പേർക്കെങ്കിലും മിനിമം ഇരിക്കാൻ കഴിയുന്ന വലിയ വിമാനമാണ്. ആ വിമാനമാണ് അവിടെ നിന്ന് അവിടെ പറന്നുകൊണ്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് എവിടുന്ന് എന്തൊക്കെ വരുന്നു, എന്തൊക്കെ സിഗ്നലുകൾ കിട്ടുന്നു, റേഡിയോ കമ്മ്യൂണിക്കേഷനുകൾ ഏതൊക്കെ രശ്മികളാണ് അതിലുപയോഗിക്കുന്നത്, ഏതൊക്കെ സാങ്കേതിക വിദ്യകളുണ്ട്, എന്തൊക്കെയാണ് വരുന്നത്, കൃത്യമായിട്ട് ഇതിനെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഉള്ളറകളിലേക്ക് കടക്കാൻ കഴിയില്ല. അഥവാ അത് കടന്നിട്ട് കാര്യമില്ല, അത് പറഞ്ഞിട്ട് എന്താ പറയുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മിസൈൽ വരുന്നുണ്ടോ, വിമാനങ്ങൾ വരുന്നുണ്ടോ, ഡ്രോണുകൾ വരുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് പറഞ്ഞുള്ളത്. ആ കമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്കാണ് ദിവ്യദൃഷ്ടി കടന്നു വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് യുദ്ധവിമാനങ്ങളും പുതിയ സംവിധാനങ്ങളുമെല്ലാം നമ്മളുടെ കയ്യിൽ കരുത്തായിട്ട് വന്നു. ഇപ്പോൾ രുദ്രയുടെയൊക്കെ പുതിയ വെർഷൻസ് വരുന്നുണ്ട്, ഭാർഗവാസ്ത്ര വരുന്നുണ്ട്. അങ്ങനെ മികച്ച ആയുധങ്ങൾ നമ്മൾ ഈ സുദർശന ചക്ര എന്ന് പറഞ്ഞിട്ട് S-400 ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സുദർശന S-400 അതിന് തത്തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ ആകാശ് എന്ന് പറയുന്നത്. അപ്പോൾ ആകാശ് NG എന്ന് പറയുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട്. ലേസർ മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ച് ഡയറക്റ്റ് എനർജി വഴി ഉപയോഗിക്കാൻ കഴിയുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഒരുപാട് നമ്മൾ ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം AI സാങ്കേതിക വിദ്യകളാണ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അസ്ത്ര മിസൈൽ അതറിയാം, നമുക്ക് MK1 അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് വെർഷൻസ് ഈ പറയുന്ന AI സാങ്കേതിക വിദ്യയായിട്ടൊക്കെ ബന്ധിപ്പിച്ചാണ് വരുന്നത്. പുതിയ മിസൈലുകളിലെല്ലാം തന്നെ ഈ പറയുന്ന ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള AI സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. D4 എന്ന് പറയുന്ന ഡ്രോൺ ഡിറ്റക്ഷൻ, ഡിറ്റക്റ്റ് തുടങ്ങിയ ഡിസ്ട്രോയ് ഈ കാര്യങ്ങൾ 3 ജോലികളാണ് അത് ചെയ്യുന്നത്. ഡ്രോണിനെ കണ്ടെത്തുന്നു, അതിനെ നിരീക്ഷിക്കുന്നു, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഡിസ്ട്രോയ് ചെയ്യുന്ന സോഫ്റ്റ് കില്ലും ചെയ്യാൻ പറ്റും, അതിന് ഹാർഡ് കില്ലും ചെയ്യാൻ പറ്റും. സോഫ്റ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ തകർത്ത് ഇതിനെ താഴെ തള്ളിയിടുക, അല്ലെങ്കിൽ താഴേക്ക് ഇറക്കുക, പിടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ ചെറിയ മിസൈലോ അല്ലെങ്കിൽ റോക്കറ്റോ ഉപയോഗിച്ച് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആ സാങ്കേതികവിദ്യ വലിയ രീതിയിലാണ് D4 എന്ന് പറയുന്ന ഒരു പ്രചാരം കിട്ടി. തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മളത് ചോദിച്ചു, നമ്മളത് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തായ്വാനെ നമ്മൾ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇതുവരെയും. ചൈന അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ചൈനയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ അതിനെ പറ്റിയിട്ട് മറുപടി ഇതുവരെ ഇന്ത്യ കൊടുത്തതായിട്ട് ഔദ്യോഗിക വിവരങ്ങളില്ല. അപ്പോൾ ഈ ഗതിനിർണ്ണയ സംവിധാനങ്ങളൊക്കെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന ഡ്രോൺ ഡിറ്റക്ഷനെ തകർക്കുന്നത്. അങ്ങനെ തകർത്തിട്ടാണ് ഈ പറയുന്ന ഹൈ എനർജി സിസ്റ്റംസ് ഉപയോഗിച്ചാണ് ഇതിനെ തകർക്കുന്നത് വലിയ തോതിൽ. അതായത് ഈ ഡ്രോണിനെ താങ്ങാൻ കഴിയാത്തത്ര തരത്തിലുള്ള എനർജി അങ്ങോട്ട് കൊടുക്കും. എങ്ങനത്തെ എനർജി പറയുന്ന അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അത് തകരുമ്പോഴാണ് അത് വിനിമയം ശരിയാവാതെ അത് തകർന്നു വീഴാനുള്ള സോഫ്റ്റ് കില്ലിങ് അതൊക്കെ അടക്കമുള്ള ഈ ഒരു സംവിധാനം വരുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ഈ ആയുധങ്ങളുടെ കൃത്യത എന്ന് പറയുന്നത് കുറച്ചുകൂടെ 10 മടങ്ങാവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യമാണത്. അതെ, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള AI എനേബിൾഡ് വെപ്പൺ സിസ്റ്റം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം അഥവാ ലീത്തൽ ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം എന്ന് പറയും. മനുഷ്യ സഹായമില്ലാതെ ലക്ഷ്യം ഭേദിക്കാൻ കഴിവുള്ള ആയുധ സംവിധാനങ്ങളാണിത്. പറയുന്ന കവചിത വാഹനങ്ങൾ, ആൻറ്റി പേഴ്സണൽ മൈനുകൾ നശിപ്പിക്കാൻ, അതായത് ഒരാൾ നടന്നു വരുമ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ പൊട്ടുന്ന മൈനുകളുണ്ടല്ലോ, ഈ മൈനുകളെ നശിപ്പിക്കാനായിട്ട്, കവചിത വാഹനങ്ങളെ തകർക്കാനായിട്ട്, അങ്ങനെ അതുപോലെ തന്നെ ഈ പറയുന്ന ടാങ്കുകളെയൊക്കെ തകർക്കാനൊക്കെ ആയിട്ട് നമ്മളുടെ കയ്യിൽ AI എനേബിൾഡ് വെപ്പൺ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോരോ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ആയുധങ്ങൾ നവീകരിക്കുക എന്നുള്ളതുണ്ട്. ഇന്ത്യയുടേതായ തനതായിട്ടുള്ള ആയുധങ്ങൾക്ക് പുതിയ വേഷം കൊടുക്കുകയാണ്. നമ്മൾ പറയുമല്ലോ യന്ത്രൻ 2.0 വന്നു. അതുപോലെ ഈ പറയുന്ന നമ്മളുടെ കയ്യിലുള്ള മിസൈലുകളെ തന്നെ നമ്മൾ പരിഷ്കരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർത്ത് വമ്പൻ പദ്ധതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ ഇന്ത്യയുടെ വലിയൊരു മുന്നേറ്റമാണ് ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. ദിവ്യദൃഷ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാരാദ്യം ഈ പറയുന്ന വാർത്തകളിലൊക്കെ വന്നിരിക്കുന്ന പലയിടത്തും ഈ പറയുന്ന ഫീൽഡ് ഗണ്ണുകളുടെ, മിസൈലുകളുടെയൊക്കെ പടമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു സംവിധാനമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആയുധമാണത്. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ രംഗത്ത്, വ്യോമ പ്രതിരോധ മേഖലയിൽ വലിയ കരുത്ത് കാണിക്കാൻ
കഴിവുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ നമ്മൾ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കൺവെൻഷണൽ വാർഫെയർ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെടുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. സാധാരണ മിസൈലുകൾക്കൊന്നും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ മേൽ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ ആ തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ദിവ്യദൃഷ്ടി.